ഓം നമോ ഭഗവതേ വാസുദേവായ. 300 യുഗാദികൃത്. യുഗം, ഓരോ പ്രളയം കഴിഞ്ഞും പുതിയ യുഗത്തെ, ആദ്യം മുതൽ വീണ്ടും ഒരു സൃഷ്ടിയെ തുടങ്ങുന്നവൻ എന്ന അർത്ഥത്തിൽ യുഗാദികൃത്. അപ്പോൾ ഭഗവാനാണ് ഇവിടെ യുഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ യുഗത്തിൻ്റെ ആദിയിലും പുതിയ സൃഷ്ടി ഇവിടെ നടത്തുന്നു എന്നതിനാൽ ഭഗവാൻ യുഗാദികൃത്. 301 യുഗ ആവർത്തഹ. ഇങ്ങനെ സൃഷ്ടിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃതയുഗവും ദ്വാപരയുഗവും ഇതൊക്കെ വീണ്ടും വീണ്ടും ഇതേ പേരിൽ തന്നെ ആവർത്തിക്കുന്നു എന്നതിനാൽ യുഗങ്ങളെ ആവർത്തിക്കുന്നവൻ യുഗാവർത്തഹ. 302 നൈകമായഃ. ഇവിടെ ന ഏകമായഃ, ഒന്ന് അല്ലാത്തവൻ. ഭഗവാൻ അദ്വൈത ഭാവത്തിൽ ഒരേ ഒരു പരമാത്മ ചൈതന്യമാണ് എങ്കിലും ഇവിടെ ഈ മായയിൽ പ്രപഞ്ചരൂപത്തിൽ വിവിധ ഭാവങ്ങളിൽ അനേകമയനായിട്ടിരിക്കുന്നു എന്നതിനാൽ ഭഗവാൻ നൈകമായഃ. 303 മഹാ അശനഃ. അശനം എന്നാൽ ഭക്ഷണം. ഭഗവാന്റെ ഭക്ഷണം എന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. ആ പരമാത്മാവ് തൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്ത് വിട്ട ആ സൃഷ്ടിയെ പിന്നീട് തിരിച്ച് തൻ്റെ ഉദരത്തിലേക്ക് തന്നെ ഭക്ഷിക്കുന്നു എന്നതിനാൽ ഭഗവാൻ മഹാശനഃ. 304 അദൃശ്യഃ. സാധാരണക്കാരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ അനുഭവിക്കാൻ സാധ്യമല്ല. ഭഗവാൻ ദൃശ്യമല്ല, നമുക്ക് നേരെ കാണാൻ കഴിയുന്നതല്ല എന്നതിനാൽ ഭഗവാൻ അദൃശ്യഃ. ഈ മായയിൽ പെട്ടിരിക്കുന്നവർക്ക് ഭഗവാൻ അദൃശ്യനാണെങ്കിലും ആ മായയുടെ ആ ഒരു ആവരണം നീങ്ങിയ യോഗികൾക്ക് ഭഗവാൻ വ്യക്തമാണ് എന്നതിനാൽ 305 നാമം വ്യക്തരൂപഃ. ഭഗവാൻ യോഗികൾക്ക് വ്യക്തമായി പ്രകാശിക്കുന്നവനാണ്. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ മായയുടെ ആവരണത്തെ ഇല്ലാതാക്കണം. അതിനും ആശ്രയിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്. 306 സഹസ്രജിത്ത്. സഹസ്രം എന്നതുകൊണ്ട് അനേകം എന്ന് അർത്ഥമെടുക്കാം. അനേകായിരം അസുരന്മാരെ കൊന്നൊടുക്കിയവൻ, അവരെയൊക്കെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ സഹസ്രജിത്ത്. 307 അനന്തജിത്ത്. ഭഗവാൻ ഏതൊക്കെ അവതാരങ്ങളെടുത്തോ അവയിലൊക്കെ തന്നെ പല വിധത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള ഉപായങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമുക്ക് മഹാഭാരത കഥ എടുത്തു നോക്കിയാൽ ഭഗവാൻ ആ യുദ്ധത്തിൽ ആയുധമെടുത്തിട്ടില്ല, പക്ഷേ ആ യുദ്ധം ജയിപ്പിച്ചവൻ ഭഗവാനാണ്. അപ്പോൾ ആയുധം എടുക്കാതെയും ഒരു യുദ്ധത്തെ ജയിപ്പിച്ചവനാണ് ഭഗവാൻ. അതുപോലെ ജരാസന്ധവധത്തിൽ ജരാസന്ധനെ എങ്ങനെ വധിക്കാമെന്ന് ആംഗ്യഭാഷയിലൂടെ ഭീമന് കാണിച്ചു കൊടുത്തത് ഭഗവാനാണ്. ഇങ്ങനെ യുദ്ധത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത് എല്ലാവരെയും ജയിച്ചവൻ. അങ്ങനെ ഭഗവാന്റെ ആ മഹിമയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല, അനന്തമാണ്. അങ്ങനെ എല്ലാ രീതിയിലും അവസാനമില്ലാത്ത വിധം എല്ലാറ്റിനെയും ജയിക്കുന്നവനാണ്. ഇനി അചിന്ത്യശക്തിയുള്ളവനാണ് ഭഗവാൻ എന്ന അർത്ഥത്തിലും അനന്തജിത്ത്. 308 ഇഷ്ടഃ. ഇഷ്ടി എന്നാൽ യാഗം. യാഗം കൊണ്ട് യജിക്കപ്പെടുന്നവൻ, പൂജിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഇഷ്ടഃ. 309 അവിശിഷ്ടഃ. അവിടെ ഇഷ്ടോ എന്ന് കഴിഞ്ഞിട്ട് ഒരു ചിഹ്നമുണ്ട്, പ്രശ്ലേഷം. അപ്പോൾ അവിശിഷ്ടഃ, ഇഷ്ടോ അവിശിഷ്ടഃ എന്ന് വായിക്കണം. അപ്പോൾ അവിശിഷ്ടഃ, അന്തര്യാമിയായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ
വളരെ വിശേഷപ്പെട്ട ആത്മാവായിട്ട് ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ, എല്ലാവരിലും അതിവിശേഷിച്ച് അത്യധികമായിട്ട് വിശേഷിച്ച് നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവിശിഷ്ടഃ. 310 ശിഷ്ടേഷ്ടഃ. ശിഷ്ടന്മാർക്ക്, അതായത് സജ്ജനങ്ങൾക്ക്. സജ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സത്തിനെ, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് സജ്ജനം. അങ്ങനെയുള്ളവനെയാണ് ഭഗവാൻ ജ്ഞാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സജ്ജനങ്ങൾക്ക് അഥവാ ജ്ഞാനികൾക്ക് ഇഷ്ടനായിട്ടുള്ളവൻ ഭഗവാൻ. ഇനി തിരിച്ചും ശിഷ്ടന്മാരെ, ജ്ഞാനികളെ അത്യന്തം പ്രിയമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലും ശിഷ്ടേഷ്ടഃ. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജ്ഞാനികൾക്ക് അത്യന്തം പ്രിയനാണ്. പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥമഹം. അതുകൊണ്ട് തന്നെ സഹച മമ പ്രിയഃ. അതുകൊണ്ട് അവരും എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാകുന്നു. ഇതാണ് ശിഷ്ടേഷ്ടഃ. 311 ശിഖണ്ഡി. ശിഖണ്ഡം എന്നാൽ മയിൽപ്പീലി. ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ ഒരു വളരെ വിശേഷപ്പെട്ട അലങ്കാരമായിരുന്നു മയിൽപ്പീലി. അപ്പോൾ ആ മയിൽപ്പീലി ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ശിഖണ്ഡി. 312 നഹുഷഃ. മായ കൊണ്ട് ഭൂതങ്ങളെ നഹ്യതി, ബന്ധിക്കുന്നു എന്നതിനാൽ നഹുഷഃ. 313 വൃഷഃ. എല്ലാ കാമനകളെയും വർഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വൃഷഃ. ഇനി വൃഷം എന്നതിന് ധർമ്മം എന്നൊരർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ ധർമ്മസ്വരൂപൻ തന്നെയായിരിക്കുന്നത്, അങ്ങനെ ആയിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ വൃഷഃ. 314 ക്രോധഃ. ക്രോധത്തെ ഹനിക്കുന്നവൻ. തന്നെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ, അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ക്രോധം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അവരെ സഹായിക്കുന്നവൻ, അതിന് ശക്തി കൊടുക്കുന്നവൻ ഭഗവാൻ എന്ന അർത്ഥത്തിൽ ക്രോധഃ. 315 ക്രോധകൃത് കർത്ത. ഇത് ഒറ്റ വാക്കായിട്ടും പറയുന്നുണ്ട്, 2 വാക്കായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ക്രോധകൃത് എന്ന് പറയുമ്പോൾ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ, അതായത് ദുഷ്ടന്മാരിൽ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ. നമ്മൾ പാലാഴി മഥനത്തിൻ്റെ ആ ഒരു സമയത്തെ കഥ വളരെ പ്രസിദ്ധമാണ്. അവിടെ ദൈത്യന്മാർ ആ അമൃതിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അവർക്കിടയിൽ ഒരു കലഹം ഉണ്ടാക്കിച്ചതും ഭഗവാനാണ്. അതാണ് ക്രോധകൃത്. ഇത് പൊതുവെ ഒറ്റ വാക്കായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇതിനർത്ഥം വരുന്നത് ക്രോധകൃത്തുക്കൾ എന്നാൽ ദൈത്യന്മാർ, അവരെ കർത്തനം ചെയ്തവൻ, ഛേദിച്ചവൻ, ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ക്രോധകൃത് കർത്ത എന്നാൽ ദൈത്യ വിനാശകൻ എന്ന് ഒരു നാമമായിട്ട് പറയാം. 316 വിശ്വബാഹുഹു. ഈ വിശ്വം മുഴുവൻ തൻ്റെ കൈകൊണ്ട് എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ വിശ്വം നിറഞ്ഞിരിക്കുന്ന കൈയുള്ളവൻ എന്ന അർത്ഥത്തിൽ വിശ്വബാഹുഹു. ഇപ്പോൾ കൈ എല്ലാറ്റിനും നമുക്കൊരു അവലംബമാണ്. നമുക്ക് തല്ലാനും തലോടാനും ഒപ്പം നമ്മെ സംരക്ഷിച്ചിങ്ങനെ ചേർത്ത് നിർത്തുന്നതുമൊക്കെ നമുക്ക് കൈയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് എന്തിനും ഒരു ആശ്രയം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൈകളാണ്. അപ്പോൾ ആ കൈകളിൽ നമ്മൾ ഭദ്രമാണ്, അങ്ങനെയാണല്ലോ പറയുക. എൻ്റെ കൈകളിൽ നിങ്ങൾ ഭദ്രമാണ് എന്ന് പറയും. അപ്പോൾ ആ കൈകൾക്ക് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതൊരു സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ ഈ വിശ്വത്തിന് മുഴുവൻ സംരക്ഷകനായിട്ടുള്ള ആ ഒരു വലിയ കൈകളോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ വിശ്വബാഹു. 317 മഹീധരഃ. മഹി ഭൂമി, ഭൂമിയെ ധരിച്ചവൻ, ധരിച്ചു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹീധരഃ. 318 അച്യുതഃ. സാധാരണയായിട്ട്
എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന 6 വികാരങ്ങളുണ്ട്, ഭാവവികാരങ്ങൾ. ഉണ്ടാവുക, നിലനിൽക്കുക, പരിണമിക്കുക, വർദ്ധിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഇങ്ങനെയുള്ള യാതൊരു വികാരവും ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അച്യുതഃ. 319 പ്രഥിതഃ. ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നതിനാൽ പ്രസിദ്ധനായവൻ എന്ന അർത്ഥത്തിൽ പ്രഥിതഃ. 320 പ്രാണഃ. പ്രാണശക്തിയായി എല്ലാ സൃഷ്ടിവർഗങ്ങളിലും ഇരുന്ന് അവയെ ചേഷ്ടിപ്പിക്കുന്നവൻ, അവയ്ക്ക് ഈ ലോകത്തിൽ ചേഷ്ടിക്കാൻ, പ്രവർത്തിക്കാനുള്ള പ്രാണശക്തിയെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രാണഃ. 321 പ്രാണദഃ. പ്രാണൻ എന്നതിന് ബലം എന്നൊരു അർത്ഥവുമുണ്ട്. അങ്ങനെ ദേവന്മാർക്ക് എന്ത് കാര്യത്തിനും ഒരു ബലം കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന അർത്ഥത്തിൽ. ഇനി ഇതിനെ നേരെ വിപരീതമാക്കിയിട്ട് ദഹ എന്ന വാക്കിന് ഖണ്ഡിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. അപ്പോൾ അസുരന്മാരുടെ ബലത്തെ ഖണ്ഡിക്കുന്നവനും ഭഗവാനാണ്. അപ്പോൾ ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് പലപ്പോഴും ദേവന്മാർക്ക് ബലത്തെ കൊടുക്കുകയും അസുരന്മാരുടെ ബലത്തെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ പ്രാണദഹ. 322 വാസവ അനുജഃ. വാസവൻ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ അനുജനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്. അതായത് അങ്ങനെ പറയാൻ കാരണം വാമനാവതാരത്തിൽ ഇന്ദ്രൻ്റെ അമ്മയായ അതിഥിയിൽ തന്നെയാണ് ഭഗവാനും ജനിച്ചത് എന്നതിനാൽ ഇന്ദ്രൻ്റെ അനുജനായിട്ട് വാമനമൂർത്തിയെ കണക്കാക്കാം. അങ്ങനെ വാസവ അനുജഃ. 323 അപാം നിധിഃ. അപ് എന്നാൽ ജലം. ജലം എവിടെ നിധാനം ചെയ്യുന്നുവോ അതായിരിക്കുന്നവൻ, അതായത് സമുദ്രം എന്നർത്ഥം. ജലത്തിൻ്റെ നിധാനം എന്നാൽ സമുദ്രമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് സരസാം അസ്മി സാഗരഃ. ഒഴുകുന്നതിൽ അല്ലെങ്കിൽ നദികളിൽ വെച്ച്, വെള്ളമുള്ളവയിൽ വെച്ച് ഞാൻ സാഗരമാണ്, ഏറ്റവും വിശേഷപ്പെട്ട സാഗരം ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ജലത്തിൻ്റെ നിധാനമായിരിക്കുന്നവൻ, അതാണ് അപാം നിധിഃ. 324 അധിഷ്ഠാനം. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് അധിഷ്ഠാനം തന്നെ ആ ബ്രഹ്മമാണ്. അങ്ങനെ എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ അധിഷ്ഠാനം. 325 അപ്രമത്തഃ. ഭഗവാനാണ് നമ്മുടെയൊക്കെ കർമ്മഫലം അവരവർ ചെയ്തതിന് കൃത്യമായി എത്തിച്ചു തരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു തെറ്റ് പറ്റാത്തവൻ, നമുക്കൊരു ഭ്രമം അങ്ങനെയൊന്നുമില്ലാതെ, ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊന്നുമില്ല ഭഗവാന്. അതിനാൽ എല്ലാം വളരെ കൃത്യമായി ചെയ്യുന്നു എന്നതിനാൽ ഭഗവാൻ അപ്രമത്തഃ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഭഗവാനോട് ചോദിക്കേണ്ട, എന്താ ഭഗവാനെ എനിക്കിങ്ങനെയെന്ന്. കാരണം നമ്മുടെ വിചാരം നമ്മൾ ഈ ജന്മത്തിൽ എന്നതുപോലെ എല്ലാ ജന്മത്തിലും വലിയ ഭക്തരായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു എന്നാണ്. അപ്പം നമ്മുടെ അജ്ഞാനം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ നമ്മുടെ കർമ്മഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഭഗവാന് തെറ്റു പറ്റുന്നില്ല എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു കൊള്ളുക, ഏതൊക്കെയോ ജന്മത്തിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി 326 പ്രതിഷ്ഠിതഃ. തൻ്റെ ആ മഹിമാവിൽ തന്നെ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രതിഷ്ഠിതഃ. തൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആഗ്രഹിക്കേണ്ടതില്ല, ഒന്നും സിദ്ധിക്കേണ്ടതില്ല. തൻ്റെ ആ മഹിമയിൽ അങ്ങനെ പ്രതിഷ്ഠിതനാണ് ഭഗവാൻ. സ്ഥിതനായിട്ട് അവിടെ ആത്മാരാമനായിട്ടിരിക്കുന്നു എന്നതിനാൽ പ്രതിഷ്ഠിതഃ. ഹരിഃ ഓം.